നാളെ വൈകിട്ടെങ്കിലും പോന്ന് വിചാരിച്ചേ. നാളെ മഴയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് വരുമ്പോ ഇങ്ങനെ തന്നെയാണ്. ഞാൻ നാളെ പ്ലാനറ്ററിൽ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. എന്തിന്? പ്ലാനറ്ററി പരേഡ് നീ അറിഞ്ഞില്ലായിരുന്നു? അത് അത് നാളെയാണല്ലേ? നാളെയാണത്. ഇനിയിപ്പോ അടുത്ത പ്ലാനറ്ററി പരേഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു നൂറ്റാണ്ടിലാകെ ഇത് 2-3 തവണ മാത്രമേ നടക്കുള്ളൂ. അതാണ് ഇതിന്റെ. അല്ല, അതപ്പം ഇതെങ്ങനെ ഒരേ നേർരേഖയിൽ വരും? അതെങ്ങനെ പോസിബിൾ ആവും? നമ്മള് ഒരു നേർരേഖ, സത്യത്തിൽ നേർരേഖയല്ല. സത്യത്തിൽ ചിന്നി ചെതറി ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പ്രെഡ് ചെയ്താണ് അവർ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്കിടയിൽ അത്രയും ദൂരമുണ്ട്, ലക്ഷക്കണക്കിന് കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാൽ ഒരു പർട്ടിക്കുലർ അലൈൻമെന്റിൽ വരുമ്പോൾ നമുക്ക് ഇത് അപ്പിയർ ചെയ്യും, അവർ ഒരേപോലെ കിടക്കണം. നമുക്ക് അപ്പിയർ ഇതിപ്പോ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കണക്ക് നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും സത്യം ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെയാണ്. അല്ല, നമ്മൾ ഇതിപ്പം നമ്മളൊരു രാത്രി ആവുന്ന സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ, അപ്പൊ രാത്രി ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ് എത്തുന്നതല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തം ഈ ഒരു ഡാർക്ക് ഏരിയ അല്ലേ ഉള്ളത്. അപ്പം നമുക്ക് ബാലൻസ് ഉള്ള ഒരു 4 ഗ്രഹങ്ങളല്ലേ കാണാൻ പറ്റും. അപ്പൊ രാത്രി ഈ സംഭവം കാണാൻ പറ്റൂല. ഉറപ്പായിട്ടും. അപ്പൊ ഇത് രാത്രി കാണാൻ പറ്റൂല. രാത്രി സൂര്യാസ്തമയത്തോടടുത്തായിരിക്കും നമുക്കിത് കാണാൻ പറ്റുന്നത്. സൂര്യാസ്തമയം കഴിഞ്ഞ ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു 2-3 പ്ലാനറ്റ്സ് ഡിസപ്പിയർ ആവും. അപ്പം സൂര്യനുമായിട്ട് അടുത്തുള്ളത് ആ ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും ഒന്നും പോകും. അതെ, സൂര്യന്റെ അടുത്തുള്ള ആദ്യത്തെ 1-2 പ്ലാനറ്റ്സ് ഉറപ്പായിട്ടും ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ കാണാൻ പറ്റൂല. ഓക്കെ. അപ്പൊ ഇത് എനിക്ക് അങ്ങോട്ട് വിഷ്വലി അങ്ങോട്ട് കിട്ടണില്ല സാധനം. അതെങ്ങനെയായിരിക്കും അത്? ഇത് സൂര്യൻ, ഭൂമിയുടെ പൊസിഷൻ ഏകദേശം ഇവിടെയായിട്ട് വരും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ഉടൻ നമുക്ക് ആകാശം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പ്ലാനറ്റ്സ് ഇതൊക്കെയാണ്: മെർക്കുറി, വീനസ്, സാറ്റേൺ, നെപ്റ്റ്യൂൺ, യുറാനസ്, ജൂപ്പിറ്റർ. മാർസ് സൂര്യൻ്റെ മറുവശത്തായതിനാൽ നമുക്ക് ബാക്കിയുള്ള 6 ഗ്രഹങ്ങളായിരിക്കും പ്രധാനമായിട്ടും കാണാനായി സാധിക്കുന്നത്. ഭൂമിക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്തരത്തിൽ ചിന്നിച്ചിതറിയാണ് ഗ്രഹങ്ങൾ കാണപ്പെടുന്നതെങ്കിലും ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്ലാനറ്റ്സ് എല്ലാം ഒരേ നേർരേഖയിൽ അലൈൻ ചെയ്യുകയും അതിനെ നമ്മൾ പ്ലാനറ്ററി പരേഡ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. നാളെ അപ്പം സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. മുകളിലോട്ടായിട്ട് നാളെ 6:27 സൺസെറ്റ് പറഞ്ഞേക്കണം. ഒരു 7:15 വരെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? മഴയില്ലെങ്കിൽ